ലോർഡ് ഹല്ലേലൂയ. നല്ല കർത്താവിനെ ഇന്ന് പകലും ഒരുമിച്ച് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. സന്തോഷത്തോടെ ഹല്ലേലൂയ. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. കഴിഞ്ഞ ചില മാസങ്ങളുടെ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ഇന്ന് പകലിലും ഒരുമിച്ച് നിങ്ങളോടൊപ്പമായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരിക്കൽ നല്ല അവസരത്തെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മീറ്റിങ്ങുകളുടെ തിരക്കുകളൊക്കെ കാരണം ചില വെള്ളിയാഴ്ചകളിൽ മെസ്സേജിന് കയറുവാൻ പറ്റിയില്ല. ദൈവം അനുവദിച്ചാൽ ഇനി ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയി നിങ്ങളുടെ മുമ്പിൽ ഒരുമിച്ച് ദൈവവചനം ശുശ്രൂഷിപ്പാൻ ആഗ്രഹിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി സമൃദ്ധമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിന്നതല്ല കർത്താവ് നിർത്തിയതാണ്, നേടിയതല്ല സ്വർഗത്തിലെ ദൈവം എല്ലാം തന്നതാണ്. ഇന്ന് ഈ കൺമുൻപിൽ ഇരിക്കുന്ന യാതൊന്നും ആമേൻ ഞങ്ങളുടെ കഴിവ് കൊണ്ടോ ഞങ്ങളുടെ മിടുക്ക് കൊണ്ടോ ഞങ്ങളുടെ പ്രാപ്തി കൊണ്ടോ നേടിയെടുത്തതല്ല. കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ശക്തിയാണ് ആമേൻ ഇന്ന് പകലിലും ഇത്രത്തോളം അനുഗ്രഹത്തോടുകൂടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ആമേൻ ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ ബ്ലസ്സിയുടെ അമ്മയുടെ മുമ്പിൽ ആമേൻ ഹാലി ആദ്യമായിട്ടാണ് മെസ്സേജ് കൊടുക്കുന്നത്, നിൽക്കുവാൻ ആമേൻ കാണുവാനും ദൈവം അവർക്ക് ഒരു ഭാഗ്യം നൽകി. എനിക്കും ദൈവം ആമേൻ വലിയൊരു ഭാഗ്യം കർത്താവ് ഒരുക്കി. അതിനെ ഓർത്ത് ഞാൻ ഒരിക്കൽ കൂടി ആ നല്ല കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ പോലുള്ള ഒത്തിരി പേർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ കഷ്ടതയിലും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ആമേൻ സ്വസ്ഥതയില്ലാതെ വരുമ്പോൾ ആമേൻ ഒരു ഞാൻ കയറിൽ ഒതുങ്ങിക്കൂടുമ്പോൾ ഒരു കുപ്പി വിഷത്തിൽ ജീവിതം ഒടുക്കുമ്പോൾ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് ദൈവം തന്ന സമാധാനത്തിനകത്ത് ഉറച്ചു നിന്ന് പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വരുമ്പോൾ ദൈവസന്നിധിയിൽ മുഴങ്കാലും അടക്കി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ആമേൻ നല്ലൊരു ഹൃദയം തന്നതുകൊണ്ട് ഇത്രത്തോളം കർത്താവ് കുടുംബമായി നിലനിർത്തി നടത്തി ആമേൻ പരിപാലിക്കുന്ന വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വേലയിലായിരിക്കുമ്പോഴും പ്രശ്നങ്ങളില്ലെന്നല്ല, പ്രതിസന്ധികൾ ഇല്ലെന്നല്ല, നിങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ തീയിൽ കൂടെ കടന്നു പോകേണ്ട സാഹചര്യം ആമേൻ ദൈവകൃപയാൽ ഞാൻ പറയട്ടെ ഓരോ അഭിഷക്ത ദാസന്മാരുടെയും കുടുംബമാണ്. ഹല്ലേലൂയ. അവിടെയൊക്കെ അവരെ നിലനിർത്തിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആമേൻ പ്രാർത്ഥനയും ഉപവാസവും ആമേൻ സഭയുടെ മധ്യസ്ഥതയുമാണ്. അപ്പോൾ നിശ്ചയമായി ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഓരോ മധ്യസ്ഥതയും പ്രാർത്ഥനയും ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഓരോ ചവിട്ടുപടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഓരോ സ്ഥാനത്തും നിൽക്കുവാനുള്ള ബലം പകരുന്നത് ആ ദൈവത്തിൻ്റെ മഹാകരുണയാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് പകലിലും സന്തോഷത്തോടെ ആയിരിക്കട്ടെ. ഇന്ന് പകലിലും അല്പസമയ ദൈവവചന ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്കും ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകത്തിൻ സ്നേഹം മാറുമേ, യേശുവാണൻ സ്നേഹിതൻ, എന്നെ മുറ്റും അറിയുന്നവൻ, എൻ ജീവൻ്റെ ജീവനാണവൻ. ലോകത്തിൻ സ്നേഹം മാറുമേ, യേശുവാണെൻ്റെ സ്നേഹിതൻ, എന്നെ മുറ്റും അറിയുന്നവൻ, എൻ ജീവൻ്റെ ജീവനാണവൻ. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം, ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധേ. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം, ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധേ. വീഴുമ്പോൾ
കരയുമ്പോൾ മാർവിൽ ചേർക്കും തോളിലേറ്റും കണ്ണീരൊപ്പും ഉയർച്ച നൽകി മാനിക്കും. വീഴുമ്പോൾ താങ്ങുമെൻ പ്രിയൻ, കരയുമ്പോൾ മാർവിൽ ചേർക്കും തോളിലേറ്റും കണ്ണീരൊപ്പും ഉയർച്ച നൽകി മാനിക്കും. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധേ. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സന്തോഷമുള്ളവരൊരിക്കൽ കൂടി ആ നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ. ലോകത്തിൻ്റെ സ്നേഹം മാറുമെന്ന് ഒരിക്കൽ കൂടി പാട്ടുകാരിലൂടെ കാണുവാനും കേൾക്കുവാനും നമുക്ക് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, ലോകം തരുന്ന സ്നേഹം താൽക്കാലികമാണ്. ലോകം തരുന്ന സന്തോഷം ആമേൻ താൽക്കാലികമാണ്. ലോകം തരുന്ന സമാധാനം താൽക്കാലികമാണ്. ലോകം തരുന്ന കൂട്ടുകെട്ടുകൾ ആമേൻ താൽക്കാലികമാണ്. ഇവയെക്കാളുപരി ആമേൻ ഹല്ലേലൂയ അപ്പൻ്റെ മാറോട് ചേർന്ന് നിൽക്കുമെങ്കിൽ ആമേൻ വീഴാതെ താങ്ങുന്ന ഒരു ദൈവമുണ്ട്. തകർന്നു പോകാതെ വണ്ണം നിലനിർത്തുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ആ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആമേൻ വീഴുവാൻ തക്കവണ്ണം പിശാച് പിടിച്ചു കുലുക്കുമ്പോൾ ഒന്ന് ആലോചിച്ചോളണം. എന്നെ ദൈവം ഉറപ്പിക്കുവാൻ പോകുന്നു. എന്നെ ദൈവം ഉറപ്പുള്ള പാറമേൽ നിർത്തുവാൻ പോകുന്നു. ഞാൻ ശക്തീകരിക്കപ്പെടുവാൻ പോകുന്നു. ഞാൻ ഇരട്ടി ബലം പ്രാപിക്കുവാൻ പോകുന്നു. ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകൾക്കകത്ത് ഒരു കുലുക്കം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആമേൻ, ഒരു ഞെരുക്കം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്രതിസന്ധി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ വിശ്വാസത്തോടെ വിളിച്ചു പറ, ഈ ഞെരുക്കം എൻ്റെ വിശാലതയ്ക്കാണ്. ഈ പ്രശ്നം എൻ്റെ കുടുംബത്തിനകത്ത് വലിയൊരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. ഈ പ്രശ്നം എൻ്റെ കുടുംബത്തിനകത്ത് ഇതുവരെ ഇല്ലാത്തൊരു സമാധാനം നൽകുവാൻ വേണ്ടിയാണ്. നിത്യ സമാധാനം. ഓ റമന ശംധനെ വൈഡമന ദീപലഘടക ശംദന വൈഡരഗദനഘടകസി. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്കകത്തേക്ക്, സ്വസ്ഥത നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്കകത്തേക്ക്, സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്കകത്തേക്ക് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ വലിയ സമാധാനത്തിന്റെ കരം, സമാധാനത്തിന്റെ കരം ചൂടാമന വൈഡന രഗൽശമന വൈഡൽ ഘടകസിയ അഥേനെ റീതാലഘടക ശംദനാരകൽ ഘടകസി. പരിശുദ്ധാത്മാവിനോട് വ്യക്തമായി ദൂത് പറയുന്നു, സമാധാനത്തിന്റെ പ്രഭു, സമാധാനത്തിന്റെ പ്രഭു. ആമേൻ. എടുത്തു കളഞ്ഞ നിന്റെ കുടുംബത്തിന്റെ സമാധാനം ഇന്ന് പകൽ അവൻ നിനക്ക് വീണ്ടും നൽകുവാൻ പോകുന്നു. നിനക്ക് വീണ്ടും നൽകുവാൻ പോകുന്നു. നിന്നെ അതിനകത്ത് നിർത്താതിരിക്കുവാൻ പ്രാർത്ഥിക്കുന്ന നീ അതിനകത്ത് പാടില്ലെന്ന് പറഞ്ഞു അവകാശം പറഞ്ഞു വെല്ലുവിളിക്കുന്ന ചില ദേശാധിപതികൾ, ചില പാരമ്പര്യങ്ങൾ ഇന്ന് പകലിൽ ആമേൻ ശത്രുവിന്റെ സകല വാഴ്ചകളും അധികാരങ്ങളും ചൂടാമന അഥനഘടകസി. ഉപവാസത്തിന്റെ ഒന്നാമത്തെ ദിവസം, ഉപവാസത്തിന്റെ ഒന്നാമത്തെ ദിവസം വിശ്വാസത്തോടെ നിന്റെ കരത്തിലിരിക്കുന്ന ആ ശത്രുവിന്റെ പദ്ധതി എന്ന് എറിയുക. ചൂടാമന വൈഡരഗദനഘടക ശംദനാരകൽ പ്രൗഢമന ദീപലഘടക ശംദാന വൈഡനാരകൽ ഘടക. നിന്റെ കുടുംബത്തെ ദൃഷ്ടി വെച്ചിരിക്കുന്ന ഒരു ശത്രുവിന്റെ പദ്ധതി നിന്റെ കുടുംബത്തെ മുടിച്ചു കളയുവാൻ, നിന്റെ കുടുംബത്തെ തകർത്തു കളയുവാൻ, ഇത് നിന്റെ അവസരമെന്ന് പറഞ്ഞു, ഇതെന്റെ അവസരമെന്ന് പറഞ്ഞു പിശാച് ചില മാസങ്ങൾ കൊണ്ട് നിന്റെ ഭവനത്തിനകത്ത് കുടിയേറിയിട്ട് ചില മാസങ്ങളായി ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു കല്ലെറിയുന്നത് പോലെ, ഒരു കല്ല് വലിച്ചെറിയുന്നത് പോലെ ഇന്ന് പകൽ പിശാചത്തിന്റെ തന്ത്രത്തെ ഇന്ന് പകൽ വിശ്വാസത്തോടെ വലിച്ചെറിയുവാൻ തയ്യാറാകും. ചൂടാമന
അഥനഗസിയാംതനെ വൈഡ പ്രൗഢവന അഥനഗടഗശംദനാരകൾ കടഗസി. ഹല്ലേലൂയ. ചില കുടുംബങ്ങൾക്കകത്തു നിന്ന് പിശാചിന്റെ ചില തന്ത്രങ്ങൾ പുറത്തെറിയുക, ചിലത് ആമേൻ പരിശുദ്ധാത്മ പുറത്തെറിയുക, ചില പൊട്ടിത്തെറികളെ ജൂഡാബാബ റമനഗസിയാംതനെ വൈഡമന ദീപലഗടഗശംദനാരകൾ പ്രൗഢവന ചില പൊട്ടിത്തെറികളെ പരിശുദ്ധാത്മാവ് ക്യാൻസൽ ചെയ്യുക, ചില നാവുകളെ പരിശുദ്ധാത്മാവ് സന്ദർശിക്കുക. പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, ചില നാവുകളെ ജൂഡാബാബ റേത്തലഗടഗസി നിന്റെ ദൈവമാരെന്ന്, നീ വിളിക്കുന്ന ദൈവമാരെന്ന് ചിലതൊക്കെ തിരിച്ചറിയുവാൻ പോകുന്നു. നീ വിളിക്കുന്ന ദൈവമാരെന്ന്, നീ പ്രാർത്ഥിക്കുന്നത് ആരോടാണെന്ന് നിന്റെ ശത്രുക്കൾ തിരിച്ചറിയുവാൻ പോകുന്നു. ജൂഡാബാബ പരിശുദ്ധാത്മ വ്യക്തമായി ദൂത് പറയുന്നു, ചിലതിന്റെ നാവുകളെ പരിശുദ്ധാത്മാവ് സന്ദർശിക്കുവാൻ പോകുന്നു. ചിലതിന്റെ നാവുകളെ നിന്റെ കുടുംബത്തിന് വിരോധമായി ഒരുക്കുന്ന ചില പദ്ധതിയുടെ നാവുകളെ നിന്റെ കുടുംബത്തിന്റെ പരാജയത്തെ നാവുകൊണ്ട് പ്രവചിച്ച ചിലതിന്റെ വാക്കുകളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ക്യാൻസൽ ചെയ്യുക. ചുടവന ഹതനഘടക ശിധീവൽ പ്രൗഢവന ശംഭന റീഥാലഘടക ശംദന. ഓ നീ കേട്ടുകൊണ്ടും കേൾക്കാതെയും നിന്റെ കുടുംബത്തെക്കുറിച്ച്, നിന്റെ തലമുറകളെക്കുറിച്ച്, നിന്റെ വരുമാനത്തെക്കുറിച്ച് പ്രവചിക്കുന്ന ചില വാക്കുകൾ ഇന്ന് പകൽ ചിലതിനെ പരിശുദ്ധാത്മാവ് ക്യാൻസൽ ചെയ്യുക. ചൂടമന ഹതനക ശിയാംധനെ വൈഡ പ്രൗഢവന അഥനഘടക ശംധനാരകൾ പ്രൗഢവന ധീവലഘടക ശംധനാരകൾ പ്രൗഢവന അഥനഘടകസി. പരിശുദ്ധാത്മാവിനോട് വീണ്ടും വ്യക്തമായി അങ്ങനെ പറയുവാൻ പറയുന്നു, നിന്റെ കുടുംബത്തെ നോക്കി പ്രവചിക്കുന്ന ചിലത്, നിന്റെ കുടുംബത്തെ നോക്കിയിരിക്കുന്ന ചില പതിയിരിപ്പുകൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പൊളിക്കുക. ചില നാവിന്മേലുള്ള അധികാരങ്ങളെ ഇന്ന് പകൽ ആമേൻ സ്വർഗത്തിലെ ദൈവം ചിലതിനെ പിടിച്ചു മാറ്റിയ ചില നാവുകളെ പരിശുദ്ധാത്മാവ് സന്ദർശിക്കുവാൻ പോകുകയോ. നിന്റെ കുടുംബത്തിന് വിരോധമായി എഴുന്നേറ്റ ചില നാവുകൾ ജൂഡാബാബ തകർച്ച കാണുവാൻ നിൽക്കുന്ന നാവുകൾ, നിന്റെ കുടുംബത്തിന്റെ പരാജയം കാണുവാൻ നിൽക്കുന്ന ചില നാവുകൾ, ഇന്ന് മകൾ അഭിഷേകത്തോടെ ഇന്ന് മകൾ നല്ല കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിക്കോ. ചില നാവിന്റെ അധികാരങ്ങളെ, ചില വാഴ്ചകളെ, ചില അധികാരങ്ങളെ ഇന്ന് മകൾ പരിശുദ്ധാത്മാവ് പൊട്ടിച്ചെറിയുന്ന മകളാ ജൂഡബാബ. നീ ജീവനോടെ ഇരിപ്പുണ്ടോ എന്നറിയുവാൻ, നിന്റെ കുടുംബം നിലനിൽക്കുന്നുണ്ടോ എന്നറിയുവാൻ ചില വ്യക്തികൾ വിളിച്ചുപോലും നിന്നെ അന്വേഷിക്കുന്നുണ്ട്. എന്തായി പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, നീ പരാജയപ്പെട്ടു പോകത്തില്ല, നീ തകർന്നു പോകത്തില്ല, നീ നിലംപരിചയായി പോകത്തില്ല. ഓ റമന ശംഭനെ പരിശുദ്ധാത്മാവിനോട് വ്യക്തമായ ദൂത് കൈമാറുന്നു. ഇന്ന് മകൾ ഏറ്റെടുത്തോ, നിന്റെ കുടുംബത്തെ തകർക്കുവാൻ പദ്ധതി ഒരുക്കിയ ഒരു കുടുംബമുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്ക് വിരോധമായി എറിഞ്ഞ ഓരോ കല്ലും തിരികെ പോകുന്ന പകല. നിന്റെ കുടുംബത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ മകൾ ദൂത് കൈമാറുന്നു. നിന്റെ കുടുംബത്തിനകത്ത്, മൂന്നിലധികം കുടുംബത്തിനകത്ത് പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് പറയുന്നു, നിന്റെ കുടുംബത്തിന്റെ തകർച്ച കാണുവാൻ, നിന്റെ പരാജയം കാണുവാൻ, നിന്റെ കുടുംബത്തിന്റെ സമാധാനത്തെ നഷ്ടപ്പെടുത്തിയ ഒരു കുടുംബം പരിശുദ്ധാത്മാവ് അവൻ വ്യക്തമായി പറയുന്നു, നീ പരിഹരിച്ചിട്ടല്ലാതെ ഒരു മാറ്റവും വരത്തില്ലെന്ന് പറഞ്ഞു. നിന്റെ കുടുംബത്തിനകത്ത് മുട്ടുമടക്കുന്ന തരത്തിൽ പരിശുദ്ധാത്മാവ് ഒരു വലിയ പ്രവൃത്തി ജൂഡാബാബ റമനഗസിയാംധനെ വൈഡമന ദീപലഘടക ശംധനാരകൾ പ്രൗഢവന അഥാന റഗതലഘടകസിയ അഥുനവ ഉച്ചാരഗടകടകസി വൈഡ പ്രൗഢവന ദീപലഘടക ശംധനാരകൾ പ്രൗഢവന ദീപലഘടക ശൈഡവനെ അർത്ഥനാരിഗാനഘടകസിയ. നിന്റെ തകർച്ചയല്ലവർ കാണുവാൻ പോകുന്നത്, തകരുവാൻ നോക്കിയവരുടെ കുടുംബത്തെ നീ പണിയുവാൻ പോകുന്നു. നിന്റെ മേലുള്ള അഭിഷേകവുമായി, നീ പ്രാപിച്ച വിടുതലുമായി, നിന്റെ കുടുംബത്തിനകത്ത് വന്ന സമാധാനം ചില കുടുംബങ്ങൾക്കകത്തേക്ക്
ചുടമന ഹതനഘടകസി വൈഡാരികാനഘടക ശബ്ദന വൈഡമനാദകൾ ഘടകസിയ. Praise the Lord. Hallelujah. ചൂടമന ഹംദനഗദനഗദഗസിയ വൈഡർ പ്രൗഢപരഗദനഗദഗസി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായി പറഞ്ഞ ആലോചനയാ, എന്നോട് വ്യക്തമായി പറഞ്ഞ ദൂത. ആമേൻ. നിന്റെ കുടുംബത്തിന്റെ പരാജയത്തെ കാണുവാൻ ആമേൻ ചെറിയൊരു വിത്തിട്ടിട്ട് ആമേൻ ഹല്ലേലൂയ അതിനെ കലക്കി മറിച്ച് എത്ര പരിഹരിക്കുവാൻ പറ്റാത്ത പ്രശ്നമാക്കി മാറ്റിയൊരു കുടുംബമുണ്ട്. ആമേൻ. ഒരു കുടുംബമുണ്ട്. പരിശുദ്ധാത്മാവ് എന്നോട് ഇന്ന് പകൽ വ്യക്തമായി സംസാരിച്ചു. ആമേൻ. ആ കുടുംബത്തിനകത്തേക്ക് നിനക്ക് ഏത് വിത്താണോ എറിഞ്ഞു എന്നത് ആ വിത്ത് തിരിച്ച കുടുംബത്തിനകത്ത് പോകുന്നുണ്ട്. അവർക്ക് പരിഹരിക്കാൻ കഴിയാത്തൊരു പ്രശ്നത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടെ നിന്റെ കുടുംബത്തെ ആ കുടുംബത്തിനകത്ത് ഇറക്കുവാൻ പോകുകയാ. അഭിഷേകമുള്ള നിന്നെ തകർക്കുവാൻ ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന നിന്നെ തകർക്കുവാൻ ഒരു ശക്തിക്കും ഒരു വാക്കിനും ഒരു നോട്ടത്തിനും കഴിയത്തില്ലെന്ന് പരിശുദ്ധാത്മാവ് തെളിവ് നിനക്ക് നൽകുവാൻ പോകുകയാണ്. ജൂഡമന അതനഘടക ശബ്ദനാരകൾ പ്രൗഢമന ധീമലഘടക ശബ്ദനാരകൾ കടകസി. പ്രാർത്ഥിക്കുന്ന നീ പരാജയപ്പെട്ടു പോകത്തില്ല. ദൈവസന്നിധിയിൽ നീ ഒഴുക്കിയ ഓരോ തുള്ളി കണ്ണുനീരിന് പരിശുദ്ധാത്മാവ് മറുപടി പറയാതെ മറുപടി തരാതെ നീ ഈ ദിവസങ്ങൾ കരയുന്നുണ്ട്. എന്റെ ജീവനെ ഒന്നെടുത്തെങ്കിൽ ആമേൻ എന്റെ ജീവനെ ഒന്നെടുത്തെങ്കിൽ എനിക്കിതൊന്നും കാണുവാൻ കഴിയത്തില്ല. നോ, അത് നീ പറയരുത്. അത് നിന്റെ പരാജയത്തിന്റെ ചവിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നു നീ ജീവന് വേണ്ടി പ്രാർത്ഥിക്കോ. ചിലത് കാണുവാൻ ആരോഗ്യത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കോ. നിന്റെ കുടുംബത്തിന് വിരോധമായി നിന്ന ചിലതിന്റെ അടുക്കലേക്ക് പരിശുദ്ധാത്മാവ് നിന്നൊരു പ്രവചന ദൂതമായി അയക്കുവാൻ പോകുന്നു. ചൂടാമന അഥനകസിയാംതേനെ വൈഡാറിഖാലക ശംദരഗദനഗദഗസി അഥാനക ശംദന റിമാനഗദഗസിയ വൈഡമന ധീബലഘടക ശബ്ദനേറുകാലകസിയ ധീബലഘടക ശബ്ദന. പരിശുദ്ധാത്മാവിന്റെ മറ്റു തലങ്ങളിലേക്ക് ഇന്ന് പകൽ ഞാൻ എടുത്ത ടോപ്പിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ വേണം പരിശുദ്ധാത്മ വ്യക്തമായി എന്നെ പ്രവചന ദൂതിലേക്ക് കടത്തിവിടുന്നത്. ഇന്ന് പകലത്തെ ശുശ്രൂഷ നിന്റെ കുടുംബത്തിന് വേണ്ടിയാ, നിന്റെ കുടുംബത്തിന് വേണ്ടിയാ. നീ കരഞ്ഞത് മതി. ആമേൻ ഹല്ലേലൂയ. നീ കരഞ്ഞത് മതി, തകർന്നത് മതിയെന്ന് ചില കുടുംബത്തിനകത്തേക്ക് നിനക്ക് എത്തപ്പെടുവാൻ കഴിയാത്ത ചില കുടുംബങ്ങൾക്കകത്തേക്ക് ആമേൻ ഒന്നിനും വേണ്ടാത്ത നിന്നെ ഒരു ദാവീദായി അഭിഷേകം ചെയ്തു. ജൂഡബബ റമനഗസിയാംതന വൈഡവരഗരഗരഗ ശംദന അർത്ഥപ്രൗഢവന ദീപലഗരഗ ശംദനാരകൾ കടകസി. ചില കുടുംബത്തിനകത്തേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടെ ഇറക്കുവാൻ പോവുകയാ. ജൂഡബബ ഏറ്റെടുന്നവർ ഏറ്റെടുത്തോ, ഇല്ലെങ്കിൽ ഞാനത് പ്രാപിച്ചോളാം. ചില കുടുംബങ്ങൾക്കകത്തേക്ക് പ്രവചനവുമായി നീ ഇറങ്ങുവാൻ പോകുകയാ. ചിലത് പരിഹരിക്കുവാൻ ആർക്കും സോൾവ് ചെയ്യുവാൻ പറ്റാത്ത കുടുംബ കോടതികൾക്ക് പറ്റാത്തത് ചുടമന ഹതനഘടകസി വൈഡൽ പ്രൗഢവന ധീവലഘടക ശംധനാരകൾ പ്രൗഢവനെ അഥാനക ശിയാംധന വൈഡൽ പ്രൗഢവരഘടകസി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ ദൂതിത അവൻ ഒരു കുടുംബ കോടതിക്ക് പരിഹരിക്കാൻ പറ്റാത്ത ചില വിഷയങ്ങൾക്കകത്തേക്ക് നിന്നെ പരിശുദ്ധാത്മാവ് പരിഹാരകനായി അഭിഷേകം ചെയ്ത് അതിനകത്ത് ഇറക്കുവാൻ പോകുക. ഹല്ലേലൂയ. ആമേൻ. കഴിഞ്ഞ കാലങ്ങൾ നീ ഇറങ്ങിയപ്പോ നിനക്കൊരു വിലയും ഇല്ലായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു ഇത് നീ ആമേൻ ഹല്ലേലൂയ അഭിഷേകത്തോടെ ചെയ്ത് പണിയുന്ന ആമേൻ ശുശ്രൂഷയാ. നിന്നെ അധികാരത്തോടെ പരിശുദ്ധാത്മാവ് ഇറക്കുന്നവരോ ആമേൻ വിലപ്പെട്ട ശുശ്രൂഷയാ. നിന്നെ ലോകം അറിയാൻ പോകുന്നു. നിന്റെ കുടുംബത്തിനകത്ത് ആമേൻ നിന്നെ തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ നീ ആരാണെന്ന്, നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം എന്താണെന്ന് ജൂഡബബ റമനക ശിയാംതന വൈഡഗദരഗടക ശംദനാരകൾ പ്രൗഢവന ദീപലഗടക തുനി വൈഡാര ദീപലഗട ശംദന. ആമേൻ. നീ ആരാണെന്ന്
നിന്നിൽ വസിക്കുന്ന ആത്മാവെന്തെന്ന് ചിലതൊക്കെ തിരിച്ചറിയുവാൻ പോകുകയാ. ജൂഡമന വൈഡരകടകടക ശബ്ദനാരകൾ പ്രൗഢമന. ആമേൻ, ഹല്ലേലൂയ. ബ്ലെസ്സിയും ജിത്തു അതിനുവേണ്ടി ഒരുങ്ങിക്കോ. പരിശുദ്ധാത്മ വ്യക്തമായി ദൂത് പറയുക, നിന്റെ കുടുംബത്തെ, ചില കുടുംബത്തിനകത്തേക്ക് ചില പ്രശ്നങ്ങളുടെ പരിഹാരകനാക്കി പരിശുദ്ധാത്മാവ് കുടുംബമായി നിന്നെ എടുത്തറിയുവാൻ പോകുകയാ. ജൂഡബബ റമനക ശിയാന്തന വൈഡവരകടകടക ശബ്ദന. അതിനുള്ളൊരു ട്രെയിനിങ് പീരീഡിലാണ് നിന്റെ കുടുംബം. അതിനുള്ളൊരു ട്രെയിനിങ് പീരീഡിലാണ് നിന്റെ കുടുംബം. അവൻ വിശ്വാസത്തോടെ ആ അധികാരത്തെ ഏറ്റെടുക്കോ. ആ പ്രവചനത്തിലെ നിന്റെ നാവിന്മേൽ ഏറ്റെടുക്കോ. പരിശുദ്ധാത്മാവ് നിന്നെ ഒരു തീയിലേക്ക് എടുത്തറിയുവാൻ പോകുകയാ. ജുഡമ ഹദരകടക ശബ്ദന അഥരകടക ശിയാന്തേനെ വൈഡവരകടകടക ശൈഡാരക ശിയാന്തേനെ വൈഡവന ധീവലകടക ശബ്ദന. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഇന്ന് പകൽ പരിശുദ്ധാത്മ വ്യക്തമായി പറയാ. ആമേൻ. ചിലതിനെയൊക്കെ പരിശുദ്ധാത്മാവ് ഇന്ന് തൊടും. ചിലതിന്റെ അധികാരത്തെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് കൈമാറും. ഇന്ന് പകൽ നിന്റെ ജീവിതത്തിനകത്ത് ഒരു വിടുതലിന്റെ ശുശ്രൂഷ പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തിനകത്ത് ചെയ്യുവാൻ പോകുന്നു. നീ ഒരു തീയായി മാറുവാൻ പോകുന്നു. ഒരു അധികാര കൈമാറ്റം, അഭിഷേകത്തിന്റെ വലിയൊരു തീ ഇന്ന് പകൽ ചിലതിന്റെ മേൽ വീഴാൻ പോവുകയാ. ജൂഡബബ റബല ശംധന റിഥാല റിഖാനക ശംദന റബൽ പ്രൗഢവന റിഥലകടക ശിയാന്തന വൈഡവരകടകടക ശംദന ധീരാജനാരകൾ കടകസിയ ദുരബലകടക ശംദന. മതി എന്ന് പറയരുത്, മതി എന്ന് പറയരുത്. തുടക്കമിട്ടിട്ടേ ഉള്ളൂ, സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അവൻ കത്തിക്കയറിക്കോ. അഭിഷേകം നിന്റെ ലെവൽ മാറ്റും. അഭിഷേകം നിന്റെ കുടുംബത്തിന്റെ ലെവൽ മാറ്റും. അഭിഷേകം നിന്റെ ശുശ്രൂഷയുടെ ലെവൽ മാറ്റുവാൻ പോകുക. ജുഡമന ഹദന ഗടകസിയ റഥല ശംധന വൈഡവരകടകടകസി ദീവൽ പ്രൗഢവന അന്തന രഗാന ഗടകസിയ തുരബല ഗടക ശംധനാരകൾ പ്രൗഢവന ദീവല ഗടകസി അർത്ഥന രഗൽ ശമന. ഹല്ലേലൂയ. നീ അഭിഷേകമായി ചില കുടുംബത്തിനകത്ത് ഇറങ്ങുമ്പോഴുണ്ടല്ലോ, ആ വ്യക്തികൾ നിന്നെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ പോകുകയാ. ആമേൻ. എന്റെ ജീവിതത്തിൽ വന്ന പ്രശ്നമോ നിന്റെ കുടുംബത്തിനകത്ത് ഈ അലട്ടൽ വന്നത്, ആമേൻ, നിന്റെ ദൈവം എന്നെ വിടത്തില്ല, എനിക്ക് അപ്പനെ മതി. ഹല്ലേലൂയ. നീ ചിലതിനെയൊക്കെ പുറത്തെടുക്കുവാൻ പോകുകയാണ്. നിന്റെ കുടുംബത്തിനകത്ത് നിന്ന്, ഈ പട്ടണങ്ങൾക്കകത്ത് നിന്ന്, നീ പാർക്കുന്ന ദേശത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ചിലതിനെ നിന്നിലൂടെ തീയിൽ നിന്ന് വലിച്ചെടുക്കുന്നതിന് കാരണമാക്കി. ജൂഡബബ റമാരാസിയാംതേ ഓ റാഥാല ശിയാംതാന റിഖാലകസിയ വൈഡവരിഗാനകസിയാംതേനെ അർത്ഥന ദീവലകടക ശംദാരകന വൈഡവരിഗാനകസിയാംതേനെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജൂഡബബ പ്രാർത്ഥിക്കുന്ന നീ പരാജയപ്പെട്ടു പോകത്തില്ല. പ്രാർത്ഥിക്കുന്ന നീ പരാജയപ്പെട്ടു പോകത്തില്ല. കുറിവാക്യം നമ്മൾ വായിച്ചു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് നൽകും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്ന നീ പരാജയപ്പെട്ടു പോകത്തില്ല. അവൻ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ലേറ്റായാലും, ആമേൻ, ഹല്ലേലൂയ, അതിനൊരു വള്ളിയോ പുള്ളിയോ തെറ്റത്തില്ല. നീ പ്രാർത്ഥിക്കുന്നത് നിന്റെ കരത്തിൽ നിശ്ചയമായും അവൻ നൽകുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലപ്പോൾ നീ വർഷങ്ങൾ കൊണ്ട് കരഞ്ഞ വിഷയമായിരിക്കും. ചിലപ്പോൾ ദീർഘനാളുകൾ കൊണ്ട് നീ കരഞ്ഞതായിരിക്കും. ചിലപ്പോൾ നീ ജനിച്ച് അറിവായ കാലം തൊട്ട് നീ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചതായിരിക്കും. പക്ഷെ പ്രായം കഴിയുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, നീ സകലതും മറന്നുപോയാലും പരിശുദ്ധാത്മാവിന് ഒന്നും മറവല്ല. അവന്റെ മുൻപിൽ സകലതും നഗ്നതും മലർന്നതുമായി കിടക്കുന്നു. നീ എന്തിനു വേണ്ടി കരഞ്ഞുവോ, നീ എന്ത് ആഗ്രഹിച്ചോ, ആമേൻ, നിറമോ മണമോ, ആമേൻ, ഹല്ലേലൂയ, ഒരൽപ്പം കിലോ പോലും കുറയാതെ ജൂഡമന ഹദന ഘടകസിയ അർത്ഥൽ പ്രൗഢമന ദീപല ഘടക ശബ്ദനാരകൾ ഘടകസി. ചില അതിരുകൾ വിശാലമാക്കുവാൻ കരയുന്നവരുണ്ടോ? പരിശുദ്ധാത്മാവ് പറയുന്നു, ചില അതിരുകളെ പരിശുദ്ധാത്മാവ് വിശാലമാക്കുവാൻ പോകുകയാ. ഹല്ലേലൂയ. ദൂത് പിടികിട്ടിയവർ ഏറ്റെടുത്തോ. നിന്റെ അതിരിനെ അവൻ വിശാലമാക്കുവാൻ പോകുന്നു. ആമേൻ. ഇന്ന് നീ ശൂന്യമായിരിക്കും, പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് ദൂത് വിളിച്ചുവാൻ പറയുന്നു, നിന്റെ അതിര് പരിശുദ്ധാത്മാവ് വിശാലമാക്കുവാൻ പോകുന്നു. ജൂഡബബ റമനക ശിയാംധേനെ അർത്ഥൽ പ്രൗഢവന ദീപലകടക ശംദനാരകൾ പ്രൗഢവന
ഒരു പക്ഷേ ആമേൻ ഹല്ലേലൂയ ഒരു ചായ കുടിക്കുവാൻ ആമേൻ നിന്റെ കയ്യിൽ ഇല്ലാത്ത അവസ്ഥയായിരിക്കാം. പക്ഷേ ആമേൻ നിന്റെ കഴിഞ്ഞ നാളിലെ പ്രാർത്ഥനയുണ്ടല്ലോ, നീ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, നീ ദൃഷ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് പറയുന്നു നിന്റെ ബൗണ്ടറീസിന്റെ ലെവൽ മാറുവാൻ പോകുന്നു. ഹല്ലേലൂയ. ആമേൻ നിന്റെ അതിര് വിശാലമാകുവാൻ പോകുന്നു. നിന്റെ അതിര് വിശാലമാകുവാൻ പോകുന്നു. എന്നോട് പരിശുദ്ധാത്മാവ് വ്യക്തിയെ വ്യക്തമായി എടുത്ത് കാണിക്കുന്നുണ്ട്. ആ അതിരെന്നെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നുണ്ട്. നിന്റെ അതിര് വിശാലമാകുവാൻ പോകുന്നു. ജൂഡബാബാ റഥാലകസിയാംദേനെ റിഥാലകടകസി ഞെരുങ്ങിയത് മതിയെന്ന്, ഞെരുങ്ങിയത് മതിയെന്ന്. അടുത്തൊരു വിശാലത, അടുത്തൊരു വിശാലത. നീ ഓടുവാൻ പദ്ധതിയിട്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു നോ നോ, നീ ഓടണ്ട. ആ ദേശത്ത്, ആ ഭവനത്തിൽ നിന്റെ അതിരിനെ പരിശുദ്ധാത്മാവ് വിശാലമാക്കുവാൻ പോകുന്നു. ജൂഡബാബാ രഖനക സിയാംധേനെ റീബലകടക ശബ്ദനാരകൾ പ്രൗഢവന. ആമേൻ. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ ദൂതത. ആമേൻ ഹല്ലേലൂയ. ഒരു ഫാമിലി ആമേൻ ചില പ്രതിസന്ധികളിലൂടെ വന്നപ്പോൾ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, ആമേൻ ഇവിടെ ഇട്ടെറിഞ്ഞിട്ട് പോയാലോ, ആമേൻ ഹല്ലേലൂയ ഇവിടെ വേണ്ട, ഇവിടെ നിന്ന് പോയാലോ. പരിശുദ്ധാത്മാവിനോട് പറയുന്നു നിനക്കൊരു വിശാലത നൽകാൻ വേണ്ടിയിട്ടാ ആമേൻ നിനക്ക് പോണമെന്നുള്ളൊരു ചിന്ത പിശാച് നിന്റെ ഉള്ളിൽ തന്നത്. ആമേൻ. കർത്താവിന് ഇഷ്ടം നിന്നെ അവിടെ നിന്ന് പറിച്ചു നടാനല്ല, നിന്റെ അതിരിനെ വിശാലമാക്കി തരാൻ വേണ്ടിയാ. ഓ റബനക സിയാംദേനെ, ഇന്ന് നിന്റെ കയ്യിൽ ഒന്നുമില്ലായിരിക്കാം, പക്ഷെ കർത്താവ് പറയുന്നു ചില ദിവസങ്ങൾ കഴിയുമ്പോൾ, ചില ദിവസങ്ങൾ കഴിയുമ്പോൾ നിന്റെ മതിലുകളെയൊക്കെ നീ പൊളിക്കാൻ പോകുന്നു. ഓ റബനക സിയാംദേനെ വൈഡമന ദീപലകടക ശബ്ദന. ചില മതിലുകളൊക്കെ, ചില അതിർവരമ്പുകളൊക്കെ പരിശുദ്ധാത്മാവ് പൊളിച്ചു മാറ്റുവാൻ പോകുന്നു. ചില അതിരുകൾ ഓ റഥാല റീഥലക സിയാംദേനെ ദീപലകടക ശബ്ദനാരകൾ പ്രൗഢവന. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമെന്നോ ദേശം തിരിച്ചറിയുന്ന തരത്തിൽ നിന്റെ ലെവലിനെ പരിശുദ്ധാത്മാവ് മാറ്റുവാൻ പോകുന്നു. ജൂഡബാബാ റഖനക സിയാംധേനെ അർത്ഥൽ പ്രൗഢവന ഗദനഗടക ശബ്ദനാരകൾ പ്രൗഢവന. ആമേൻ ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും പരാജയപ്പെട്ടു പോകുമോ? ഒരിക്കലുമില്ല. ഞാൻ എൻ്റെ ഈ അനുഭവത്തിൽ എൻ്റെ നെഞ്ചത്ത് കരം വെച്ച് ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്ന നീ ഒരു സ്ഥാനത്തും പരാജയപ്പെട്ടു പോകത്തില്ല. ആമേൻ. ഒരു പക്ഷേ പ്രാർത്ഥിക്കുന്നതിൻ്റെ മറുപടി ആ നിമിഷം കിട്ടിയില്ലെങ്കിലും, ആമേൻ അല്പ ദിവസം താമസിച്ചാലും, ആമേൻ ഈ ഇടയായിട്ട് എന്നെ കർത്താവ് ചില കാര്യങ്ങൾ ഭയങ്കരമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. വർഷങ്ങൾക്ക് മുമ്പ് ആഗ്രഹിച്ചത് ദൈവം നിവർത്തീകരിച്ചു തന്നുവെങ്കിൽ, ആമേൻ അതിന്റെ നിവർത്തീകരണം സംഭവിക്കുന്നുണ്ടെങ്കിൽ, എന്ത് കളർ ആഗ്രഹിച്ചോ, ആമേൻ എന്ത് ഷേപ്പ് ആഗ്രഹിച്ചോ, ആമേൻ എന്ത് ഹൃദയത്തിൽ നിരൂപിച്ചോ, അതിനെ ദൈവത്തിന് ആമേൻ വള്ളിയോ പുള്ളിയോ തെറ്റാതെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ദൈവത്തിന് നൽകുവാൻ കഴിയുമെങ്കിൽ, എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ ഞാൻ വിളിച്ചു പറയട്ടെ, ആമേൻ ചില തകർച്ചകളൊക്കെ വരുന്നത് ഏറ്റവും മാന്യമായത് നിന്റെ കുടുംബത്തിനകത്ത് തന്ന് മാനിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം ആമേൻ കഴിഞ്ഞ വർഷം 2023 ആമേൻ പ്രിയ ജിത്തുവും ബ്ലസിയും യാത്ര ചെയ്ത വാഹനം, ആമേൻ ഹല്ലേലൂയ അവർക്ക് ആപത്തൊന്നും വരാതെ അവരുടെ വാഹനം ആമേൻ നന്നായിട്ട് പപ്പടമൊടിയുന്നത് പോലെ ആമേൻ തകിടുപൊടിയായി. പക്ഷേ എങ്കിലും അഭിഷക്തനും കുടുംബവും ആമേൻ യാത്ര ചെയ്യുന്നത് അവരുടെ ശരീരങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരുത്താതെ സ്വർഗത്തിലെ ദൈവം ഉള്ളങ്കരത്തിൽ വഹിച്ചു. അവന്റെ വണ്ടി ഒന്ന് ഇടിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചത് ഇതാ, ഇനി നിന്റെ സെക്കൻഡ് ഹാൻഡ് പരിപാടി നിർത്തിക്കോ. ആമേൻ ഹല്ലേലൂയ. ഇനി ഇവന്റെ സെക്കൻഡ് ഹാൻഡ് പരിപാടി നിർത്തി ദൈവം അതിനേക്കാൾ വലിപ്പമേറിയത് സ്വർഗത്തിലെ ദൈവം അവന് നൽകുവാൻ പോകുന്നു. ആമേൻ. ചില നീണ്ട നാളുകൾ കാത്തിരിക്കേണ്ടി വന്നു, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ടി വന്നു. ആമേൻ. ഒന്നും തിന്മയ്ക്കല്ല, അവൻ സകലതും നന്മയ്ക്കായി ഒരുക്കുന്ന ദൈവമത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ആ അനുഗ്രഹിക്കപ്പെട്ട സന്തോഷം കാണുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിനകത്തും വലിയ ഭാഗ്യം കർത്താവ് നൽകി. ഹല്ലേലൂയ. അവന്റെ കുഞ്ഞുനാളിലേയുള്ള അവന്റെ ആഗ്രഹം, അവൻ എന്ന് ജോലിക്ക് വേണ്ടി ഇറങ്ങിയോ അന്ന്
മുതലുള്ള അവന്റെ ആഗ്രഹം ഏറ്റവും ചെറുത് ആഗ്രഹിക്കാനല്ല. ആമേൻ. അവൻ ആഗ്രഹിക്കുന്നത് അവൻ ഏറ്റവും ആമേൻ വില കൂടിയ വാഹനങ്ങൾ, ഏറ്റവും വലിയ വണ്ടി, ആമേൻ പൊക്കത്തിലും ആമേൻ അതിന്റെ വീതിയിലും ഒക്കെ ആമേൻ ഒരു രാജാവിനെ പോലെ ചെന്നിറങ്ങുന്ന വാഹനമാണ് അവൻ ആഗ്രഹിച്ചത്. ഇല്ലേ ജിത്തു? അവന്റെ മനസ്സിലെ ആഗ്രഹം അതായിരുന്നു. ആമേൻ. അവന്റെ ഹൃദയത്തെ ആമേൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വായിച്ചറിയാറുണ്ട്. ആമേൻ. എനിക്കതിൽ നിന്ന് മനസ്സിലായി. അപ്പോഴൊക്കെയും പല വാഹനങ്ങൾ ഇങ്ങനെ അവന്റെ മുൻപിൽ കൂടി കടന്നു പോകുമ്പോൾ, അവന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് അവൻ ചില വാഹനങ്ങളിൽ വരുമ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും, കർത്താവേ, ഇത് കണ്ട് സന്തോഷിപ്പാനല്ല ആഗ്രഹിക്കുന്നത്, ദൈവം അവന് പുതിയതൊന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അത് ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കാണണം. അതങ്ങനെ തന്നെ സംഭവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങളങ്ങനെ ഒത്തിരി നാൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആമേൻ. എന്തായാലും ദൈവത്തിന്റെ കൃപയാൽ ജിത്തുവിന് വേണ്ടി അതിനുവേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടായിരിക്കും ദൈവം ഞങ്ങളെ ആദ്യം ആമേൻ ഒരു വാഹനം തന്നങ്ങ് മാനിച്ചു. അപ്പോഴും ആമേൻ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, കർത്താവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ടീമായി പോകണമെങ്കിൽ ജിത്തുവിനും ഒരു വലിയ വണ്ടി ഉണ്ടെങ്കിൽ, ഒരു സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള വണ്ടി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ. കാരണം ഞങ്ങളുടെയും കൂടെ ആവശ്യമാണല്ലോ, അത് അവന്റെയും ആവശ്യമാണല്ലോ. ഞങ്ങളങ്ങനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആമേൻ. ഇന്ന് പകലിൽ ദൈവം അനുവദിച്ചാൽ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് ആ പുതിയ വാഹനം പ്രാർത്ഥിച്ച് ഷോറൂമിൽ നിന്ന് പുറത്തിറക്കുവാൻ ദൈവം വലിയൊരു ഭാഗ്യം നൽകി. ഹല്ലേലൂയ. ആമേൻ. ദൈവം നൽകുന്ന അവസരമാ പ്രിയ ദൈവമക്കളെ. വേണമെങ്കിൽ അവന് ഈ സാമ്പത്തിക ഞെരുക്കത്തിൽ ആമേൻ വേണ്ട, പറ്റത്തില്ല ആമേൻ എന്നൊക്കെ അവന് ഒഴിവ് കഴിവ് പറയാമായിരുന്നു. പക്ഷെ അവൻ എന്ത് ചെയ്താലും അത് കർത്താവിന്റെ നാമം മഹത്വത്തിന് വേണ്ടിയാ. ആമേൻ. അവന് വേണമെങ്കിൽ യാത്ര ചെയ്യാൻ ഇത്രയും വലിയ വാഹനമൊന്നും അവന് വേണ്ട. അവന്റെ ഫാമിലിക്ക് പോകാൻ അവന് ചെറിയൊരു വണ്ടി മതി. കാരണം 2 വണ്ടി ഓൾറെഡി ആ വീട്ടിനകത്തുണ്ട്. പക്ഷേ ആമേൻ അവന് മൂന്നാമത് ഇതെടുക്കേണ്ട കാര്യമില്ല. പക്ഷേ എനിക്കത് പൂർണ്ണമായിട്ട് അറിയാം, കർത്താവിന്റെ വേലയ്ക്ക് എല്ലാവരുമായി പോകുവാൻ അവനൊരുക്കിയ ആഗ്രഹമാണ്. പരിശുദ്ധാത്മ വ്യക്തമായി ദൂത് പറയുന്നു, നീ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ അപ്പുറമായി, ഇതിനേക്കാൾ ശ്രേഷ്ഠമായി, ഇത് അടഞ്ഞു തീരുന്നതിന് മുമ്പേ ഇതിനേക്കാൾ അപ്പുറമായി നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നിന്റെ ആദരിനെ പരിശുദ്ധാത്മാവ് ചൂടബബ രഥലക ശിയാന്തന റീഥാലക ശന്തനാരകൾ പ്രൗഢവന പരിശുദ്ധാത്മ വ്യക്തമായി നിന്റെ കുടുംബത്തോട് സംസാരിച്ചത്. നിന്റെ ആദരിനെ, നിന്റെ ബൗണ്ടറീസിനെ പിശാച് അടച്ചു വെച്ച ചില ആദരികളെ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഓപ്പൺ ചെയ്യുന്ന പകല ചൂടബബ റമനക ശിയാന്തനെ വൈഡമന ദീപനകടക ശംദാരകാനക ശിയ വൈഡ പ്രൗഢവന. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാവോ? പ്രാർത്ഥിക്കുന്നവൻ ഒരു സ്ഥാനത്തും പരാജയപ്പെട്ടു പോകത്തില്ല. പലപ്പോഴും ജിത്തു പറയും, ആമേൻ, അച്ഛൻ വീട്ടിലുണ്ടെങ്കിലും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന ഒരു വിലക്കില്ല, ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇതിന്റെയൊക്കെ അടയാളം ഇതാണ്. പ്രാർത്ഥിക്കുന്നവനെ തകർക്കുവാൻ, പ്രാർത്ഥിക്കുന്നവന്റെ നന്മയെ തടയുവാൻ, പ്രാർത്ഥിക്കുന്നവന്റെ വിടുതലിനെ തടയുവാൻ, പ്രാർത്ഥിക്കുന്നവന്റെ ആഗ്രഹങ്ങളെ കുഴിച്ചിടുവാൻ പിശാചിന് അനുവാദം സ്വർഗത്തിലെ അപ്പൻ കൊടുക്കത്തില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന നീ ബലഹീനനെങ്കിലോ, പ്രാർത്ഥിക്കുന്ന നീ ബലഹീനനെങ്കിലോ പ്രവർത്തിക്കുന്നവൻ ബലവാനാ, പ്രവർത്തിക്കുന്നവൻ ബലവാനാ. ജൂഡബബ അഥനക ശിയാംദേനെ വൈഡ പ്രൗഢവന അഥനകടക ശബ്ദനാരകൾ പ്രൗഢവന. ഹല്ലേലൂയ. നീ പ്രാപിച്ചെടുക്കുന്ന ഓരോ വാഗ്ദത്തവും അത് കണ്ണുനീരിന്റെ ചവിട്ടുപടിയായിരിക്കണം. നീ കണ്ണുനീരോടുകൂടെ വിതച്ചിട്ട് വേണം ചിലതൊക്കെ ആർപ്പോടെ കൊയ്യുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനിയും നീ ചിലത് പ്രാപിക്കും. പക്ഷേ അതിനു മുമ്പ് ചില കണ്ണുനീരിന്റെ അനുഭവങ്ങളിൽ കൂടി നീ ചവിട്ടി വേണം ചിലത് പ്രാപിച്ചെടുക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ഏറ്റവും കരഞ്ഞ് പ്രാപിക്കുന്നതിന് ഇത്തിരി ടേസ്റ്റ് കൂടുതലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ കരഞ്ഞ് മൽപ്പിടുത്തം പിടിച്ചോ നീ വാങ്ങിക്കുന്നതിന് ഏറ്റവും ടേസ്റ്റ് കൂടുതലാണ്. ആമേൻ. യാക്കോബ് യാബോക്കിന്റെ കടവിൽ കിടന്ന് ഒരിക്കൽ മൽപ്പിടുത്തം പിടിച്ചു. എന്തിനാണെന്നറിയാവോ? ആമേൻ. ഹല്ലേലൂയ. അവനെ കൊല്ലുവാൻ ആമേൻ ജ്യേഷ്ഠൻ ആമേൻ ഹല്ലേലൂയ പടവെട്ടുവാൻ കണക്കിന് എന്നെ തകർത്തു കളയുമെന്ന് പേടിച്ചു ഭയന്ന് ആമേൻ തന്റെ കുടുംബത്തെ എല്ലാം അക്കരെ കടത്തിയിട്ട് ആമേൻ ഹല്ലേലൂയ അവൻ കടവിനപ്പുറത്ത് കിടന്ന് കരഞ്ഞൊരു കരച്ചിലുണ്ട്. കർത്താവേ, നീ എന്നെ നിശ്ചയമായിട്ട് അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല, ഞാൻ നിന്നെ വിടത്തില്ല. ജിത്തു അങ്ങനെ ഒരു ടൈപ്പാ. ഞാൻ അവനെ നന്നായി പഠിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ കരയുവാൻ തയ്യാറാണോ? അങ്ങനെ കരയുവാൻ തയ്യാറാണോ? നിശ്ചയമായും അനുഗ്രഹം
അനുഗ്രഹിച്ചിട്ടല്ലാതെ, നിശ്ചയമായും നീ എന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം തന്നിട്ടല്ലാതെ ഞാൻ ഇവിടം വിട്ട് മടങ്ങത്തില്ല, ഞാൻ ഇവിടം വിട്ട് എഴുന്നേൽക്കത്തില്ല. ആമേൻ. യാക്കോബിന്റെ തുടയൊക്കെ വിളിക്ക്, എങ്കിലും യാക്കോബ് വിട്ടില്ല. ആമേൻ. ഞാൻ ഈ മറുപടി കണ്ടിട്ട്, ഞാൻ ഈ അത്ഭുതം കണ്ടിട്ട്, ആമേൻ, എന്നെ നീ അനുഗ്രഹിച്ചു, ആ തലയിലൊന്ന് കൈവച്ചു, ആ അഭിഷേകം എന്തെന്നോ വിടുതൽ എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടേ എഴുന്നേൽക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ അങ്ങനെയായിരിക്കണം ഫൈറ്റിംഗ്, ദൈവസന്നിധിയിൽ അങ്ങനെയായിരിക്കണം. ഹല്ലേലൂയ. ചില മാസങ്ങൾക്ക് മുമ്പ് ഞാനും ദൈവസന്നിധിയിൽ ദൈവവുമായി നീണ്ട യുദ്ധമായിരുന്നു. കർത്താവേ, ഇത് പറ്റത്തില്ല, കാരണം എൻ്റെ ഡെലിവറിയുടെ സമയത്തല്ല ഒത്തിരി മീറ്റിംഗ് വന്നു, എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. കുഞ്ഞു പുറത്ത് വന്നു. ആമേൻ. ഹല്ലേലൂയ. പുറത്തുള്ള മീറ്റിങ്ങിനൊക്കെ കടന്നു പോകുവാൻ എനിക്ക് കുഞ്ഞു കുഞ്ഞു തടസ്സങ്ങൾ വന്നു. അപ്പോഴൊക്കെ ആമേൻ എക്സ്ക്യൂസ് പറഞ്ഞൊഴിഞ്ഞു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ കർത്താവെ, ആഗ്രഹിച്ചിരുന്നപ്പോൾ മീറ്റിംഗ് ഒന്നും കിട്ടാനില്ല. ദൈവസന്നിധിയിൽ കരയുവാൻ തുടങ്ങി, പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അപ്പാ, വീടും കുടുംബം േക്കാൾ വലുത് എനിക്ക് എന്റെ അപ്പന് വേണ്ടി ഓടുന്നത്, അവരെയൊക്കെ സ്നേഹിക്കുന്നതിനൊരു സമയമുണ്ട്, പരിധിയുണ്ട്. എനിക്ക് കർത്താവിന് വേണ്ടി ഓടണം. കാരണം ദൈവം എന്നെ ആ പ്രസവ സമയത്ത് കൊല്ലാതെ ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നത് ജീവനുള്ള സാക്ഷിയാവാൻ വേണ്ടിയാ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ വേണ്ടിയാ. ഇല്ലെങ്കിൽ അന്ന് ഞാൻ ആമേൻ മിന്നടിക്കുന്നത് പോലെ പോവുമായിരുന്നു. ഞാനത് ശരിക്കും അറിഞ്ഞത്, ഞാനത് ശരിക്കും അനുഭവിച്ചത്. ആമേൻ. അന്ന് ഞാൻ എടുത്ത തീരുമാനം, കർത്താവേ, എനിക്ക് ആയുസ്സിനെ നീ തന്ന്, എൻ്റെ കുടുംബത്തിൽ എൻ്റെ തലമുറയ്ക്ക് വിടുതൽ തന്ന് നീ എന്നെ നിർത്തുമെങ്കിൽ ഞാൻ ഇരിക്കത്തില്ല, ഓടും. എനിക്ക് മക്കളെ വിഷയമല്ല, എനിക്ക് കുടുംബമല്ല വിഷയം, എല്ലാം ഞാൻ നോക്കും. അതിനേക്കാളുപരി എനിക്ക് കർത്താവിന് വേണ്ടി ഓടണം. ആമേൻ. അപ്പം ഞാൻ തണുപ്പ് പറ്റിയിരുന്ന എന്നെ കർത്താവ് വിടുവോ? അപ്പം കർത്താവ് ഓരോരുത്തിട്ട് കുത്തു തരാൻ തുടങ്ങി. ആ കുത്ത് കിട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ പഠിച്ചു, എനിക്കിനി ഓടാനുള്ള സമയമാണ്, എനിക്ക് ബ്രേക്ക് എടുക്കുവാനുള്ള സമയമല്ല, എനിക്ക് ഓടാനുള്ള സമയമായിരുന്നു. ആമേൻ. പ്രിയ ദൈവമക്കളെ പറയട്ടെ, സത്യം പറഞ്ഞാൽ വീട്ടിൽ ഇരിക്കാൻ സമയമില്ലാത്ത രീതിയിൽ ആമേൻ പ്രാർത്ഥനകളും മീറ്റിങ്ങുകളും ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പൊ പോവാൻ വയ്യ, 2 ദിവസം ഒന്ന് വീട്ടിൽ ഇരുന്നാൽ മതിയല്ലോ എന്ന് ആമേൻ ആശ്വസിക്കുന്ന, ആ ചിന്തിക്കുന്ന സമയമാണ്. ദൈവകൃപയാൽ ആമേൻ കർത്താവിന് വേണ്ടി ഓടുവാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ആര് പ്രാർത്ഥിക്കുവോ, നിന്റെ ഹൃദയത്തിൽ ഈ ആഗ്രഹം എന്താണോ, നിശ്ചയമായും അത് കർത്താവ് ചെയ്യുക തന്നെ ചെയ്യും. നീണ്ട വർഷങ്ങൾ വാഗ്ദത്തം പ്രാപിക്കുവാൻ കാത്തിരിക്കേണ്ടി വന്നവരാണോ, നിരാശപ്പെടലേ. കാത്തിരിക്കേണ്ടി വന്നാലും ആമേൻ അതിന്റെ ആമേൻ ഒരു മണവും ഗുണവും മാറിപ്പോകത്തില്ല. കാത്തിരിക്കുന്നവന് കിട്ടുന്നത് ഏറ്റവും മേൽത്തരമായതാണ്. എന്നെ ആര് തടഞ്ഞാലും, എന്നെ ആര് പറഞ്ഞാലും ആമേൻ ഓടാൻ ഞാൻ തയ്യാറാ. അതിനുവേണ്ടിയാ എനിക്ക് ദൈവം ആരോഗ്യം തന്നേക്കുന്നത്, അതിനുവേണ്ടിയാ ദൈവം എനിക്ക് ആയുസ് തന്നേക്കുന്നത്. കർത്താവിന് വേണ്ടി എവിടെയും ഓടും. ആമേൻ. ഈ ഇടയ്ക്ക് ഒരാൾ എന്നോട് കമന്റ് ചെയ്തു, ആമേൻ, ഇത്രയും വിദ്യാഭ്യാസമില്ല, ജോലിക്ക് പോകൂടെ എന്ന്. എന്തിനാ ഇങ്ങനെ യാത്ര? എൻ്റെ കുടുംബത്തിനകത്തുള്ളവരാ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഗവൺമെന്റ് ജോലിയിൽ ഇരിക്കുന്നതാണ്, പക്ഷെ നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപ കടമുണ്ട്? ആമേൻ. നിങ്ങൾക്ക് എത്ര കോടി രൂപയുടെ വീടുണ്ട്? ആമേൻ. ഇതെല്ലാം ബാധ്യതയല്ലേ? പക്ഷെ ഇതൊന്നും ഇല്ലാതെ എന്നെ നടത്തുന്ന ഒരു അപ്പനുണ്ട്. ആമേൻ. ഹല്ലേലൂയ. എനിക്ക് നിങ്ങളുടെ ജോലി വേണ്ട, അതെല്ലാം വലിച്ചു കീറിയിട്ടാ ഞാൻ നിൽക്കുന്ന, എനിക്ക് വേണ്ട. അതെല്ലാം സാക്രിഫൈസ് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് വർഷങ്ങൾക്ക് മുമ്പേ അറിഞ്ഞതാ. അതുകൊണ്ട് സ്വർഗത്തിലെ അപ്പൻ എനിക്ക് ആമേൻ അറിയാം, കലപ്പയ്ക്ക് വെച്ചിട്ട് ഞാൻ പുറകിലോട്ട് തിരിയത്തില്ല. അതിന് എന്ത് കഷ്ടത വന്നാലും, എന്ത് ഞെരുക്കം വന്നാലും, തിന്നാനില്ലെങ്കിലും ഞാൻ കിടക്കും. അങ്ങനെ കിടന്നിട്ടുള്ളതാ ഞങ്ങള്. അതുകൊണ്ട് ഞാൻ പറയും, എന്ത് പ്രതിസന്ധി വന്നാലും, എന്ത് പ്രയാസം വന്നാലും, ആമേൻ, എൻ്റെ ശരീരത്തിൽ ശ്വാസമുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. എൻ്റെ കാലുകൾക്ക് ബലമുണ്ടോ അന്ന് വരെ ഞാൻ ഓടും. ഹല്ലേലൂയ. കാരണം അമ്മ എങ്ങനെയായിരുന്നു? അമ്മയ്ക്ക് കാലുകൊണ്ട് നടക്കാൻ പറ്റുന്ന അത്രയും സമയം ആമേൻ ഹല്ലേലൂയ വീണ് പോകും ആമേൻ എന്ന് ചിന്തിച്ച സമയത്തും അമ്മ ഓടിയിട്ടുണ്ട്. ഹല്ലേലൂയ. അമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആമേൻ. ആ അമ്മയുടെ മോളല്ലേ ഞാൻ, ഇതൊക്കെ കണ്ടു വളർന്നതല്ലേ ഞാൻ. ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ പ്രത്യാശയാണ് ആമേൻ ഹല്ലേലൂയ. ദൈവം തന്ന കാലമൊക്കെയും അത് ഒറ്റയ്ക്കെങ്കിൽ ഒറ്റയ്ക്ക്, കുടുംബമായെങ്കിൽ കുടുംബമായി, മക്കളുമായിട്ടാണെങ്കിൽ മക്കളുമായി, സഭയായിട്ടാണെങ്കിൽ സഭയായിട്ട് ആമേൻ ഒരുങ്ങുവാൻ തയ്യാറാണോ? നിന്നെ കർത്താവ് പറപ്പിക്കും. ഹല്ലേലൂയ. നീ ഒരുങ്ങുവാൻ തയ്യാറാണോ? നീ വിട്ടുകൊടുക്കുവാൻ തയ്യാറാണോ? നിന്റെ നാവിന്മേലുള്ള
അധികാരത്തെ നീ കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ തയ്യാറാകണം. കുടുംബത്തിന് വേണ്ടിയല്ല, ഭർത്താവിന് വേണ്ടിയല്ല, ഭാര്യയ്ക്ക് വേണ്ടിയല്ല, മക്കൾക്ക് വേണ്ടിയല്ല, കൂട്ടുകാർക്ക് വേണ്ടിയല്ല. അഭിഷേകമുള്ള നിന്റെ നാവിനെ നീ പൂർണ്ണമായി ഉയരത്തിലേക്ക് വിട്ടുകൊടുക്കോ. നിന്നെ കർത്താവ് മാനപാത്രമാക്കി തീർക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിനകത്ത് സ്വർഗം അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. ഏത് സമയത്തും നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഏത് സമയത്തും ഏത് അർദ്ധരാത്രിയിലും ഏത് സാഹചര്യത്തിലും മടികൂടാതെ ചെയ്യുവാൻ പറ്റുന്ന ഒരേ ഒരു ആമേൻ ഹല്ലേലൂയ വിഷയമാണ് പ്രാർത്ഥന. ആമേൻ. ചില സാഹചര്യങ്ങളിൽ നമുക്കൊരു പക്ഷേ ഉപവസിക്കുവാൻ പറ്റത്തില്ല സാഹചര്യം, പക്ഷേ പ്രാർത്ഥിക്കുവാൻ കഴിയും. നിനക്ക് ജീവശ്വാസം ഉണ്ടെങ്കിൽ ആമേൻ നിനക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. ചത്തുപോയാലില്ല കേട്ടോ, ആമേൻ. മൂക്കിൽ ശ്വാസമില്ലെങ്കിൽ ഇല്ല കേട്ടോ, പക്ഷേ ആമേൻ ദൈവത്തെ അറിഞ്ഞൊരു ദൈവ പൈതലാണോ എനിവേ നീ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും യേശുവിനെ കുറിച്ച് കേൾക്കുന്നത്. ആമേൻ. നിന്റെ ഹൃദയം വിട്ടുകൊടുക്കുവാൻ തയ്യാറാണോ? നിന്റെ നാവിനെ ഉയരത്തിലേക്ക് പകരുവാൻ തയ്യാറാണോ? നിശ്ചയമായും വിളിച്ചു പറയാം, ഏത് സാഹചര്യത്തിലും നിനക്ക് പ്രാർത്ഥിക്കുവാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ഏത് സാഹചര്യങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏത് രാത്രിയിലും പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ. ഇതിൽ പ്രധാനം സഭയുടെ പ്രാർത്ഥന. അതെന്നെ വളരെ സന്തോഷിപ്പിച്ചതാണ്. അഭിഷക്തന്മാർ കാരാഗ്രഹത്തിനകത്ത് കിടന്നപ്പോൾ സഭയുടെ പ്രാർത്ഥന ഞാൻ ചിന്തിക്കുന്നു, അർദ്ധരാത്രിയിൽ സഭ അഭിഷക്തന്മാർക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരുന്നിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ ദൈവവചനം പറഞ്ഞത്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കാരാഗ്രഹത്തിനകത്ത് വിടുതൽ നടന്നപ്പോൾ ആമേൻ സഭ ശ്രദ്ധയേറിയ രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്ന ഒരു സഭ നിന്നോടൊപ്പം കൂടെയുണ്ടെങ്കിൽ നീ ഏത് സാഹചര്യത്തിലായാലും നീ ഏത് അവസ്ഥയിലായാലും നിനക്ക് പിന്നിൽ സപ്പോർട്ട് സഭയുണ്ട്. ആമേൻ. നിന്റെ ഏത് അവസ്ഥയ്ക്കകത്തോ അവസ്ഥയ്ക്കതീതമായി നിന്നോടൊപ്പം കൂടെയിരുന്ന് ഒരു നല്ല കൂട്ടുകാരനായി ആമേൻ നീ ഏത് രീതിയിൽ തകർന്നായിരിക്കുന്നു അതുപോലെ ഒരു തകർന്ന വ്യക്തിയായി നിന്റെ കൂടെ ഇരുന്ന് നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവം. സാക്ഷാൽ അവൻ രോഗങ്ങളെ വഹിച്ചവൻ. അവന് രോഗമില്ലായിരുന്നു, പക്ഷേ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ നിന്ദകളെ അവൻ ഏറ്റുവാങ്ങി. പാപമില്ലാത്തവൻ ആ പാപത്തെ സ്വയമായി ഏറ്റുവാങ്ങി. ആ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരാതിരിക്കുമോ? 2000 വർഷങ്ങൾക്ക് മുൻപ് ആ നിന്ദയെ അവൻ ഏറ്റുവാങ്ങിയെങ്കിൽ, ആ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം തന്നുവെങ്കിൽ, പ്രിയ ദൈവമക്കളെ ഞാൻ വിളിച്ചു പറയട്ടെ, നീ കരയുമെങ്കിൽ നിന്റെ ഏത് പ്രശ്നത്തിനകത്തേക്കും നിന്റെ ഏത് സാഹചര്യത്തിനകത്തേക്കും ആമേൻ ഒരു മനുഷ്യ രൂപത്തിൽ അവൻ നിന്റെ അടുക്കലേക്ക് വരും. നിനക്കുള്ള ആശ്വാസവുമായി, നിനക്കുള്ള വിടുതലുമായി, നിനക്കുള്ള സഹായ ഹസ്തവുമായി സ്വർഗത്തിലെ അപ്പൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. പക്ഷെ നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ആമേൻ. ഏത് സാഹചര്യമായാലും ഏതവസ്ഥയായാലും പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി സ്വർഗം അത്ഭുതം പ്രവർത്തിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന നീ പരാജയപ്പെട്ടു പോകത്തില്ല. പ്രാർത്ഥിക്കുന്ന നീ ഒരു സ്ഥാനത്തും നിന്ദിക്കപ്പെട്ടു പോകുവാൻ അനുവദിക്കത്തില്ല. അപ്പോൾ ചിന്തിക്കാം, ഇന്നുള്ള കഷ്ടതയോ സിസ്റ്ററെ, ആമേൻ, ഇന്നുള്ള കഷ്ടതയല്ല, നാളത്തെ നിന്റെ മഹത്വത്തിന്റെ ദിനങ്ങളാ. ഇന്ന് നീ ഒത്തിരി കരഞ്ഞിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ നാളുകൾ നീ ഒത്തിരി കരഞ്ഞിട്ടുണ്ടെങ്കിൽ, നാളത്തെ ദിവസം നിന്റെ ഉയർച്ചയുടെ ദിവസമാ. ആമേൻ. ഇന്ന് നീ ഓടി നടക്കുന്നുണ്ടെങ്കിൽ നാളെ നിന്നെ ഉറപ്പിക്കുന്ന ദിവസമാ. ആമേൻ. ഇന്ന് നീ കരയുന്ന ദിവസമാണെങ്കിൽ നാളെ നിന്റെ കണ്ണുനീര് മാറി നിന്റെ വായിൽ ചിരി കൊണ്ട് നിറയ്ക്കുന്ന ദിവസമാ. ആമേൻ. ഹല്ലേലൂയ. ഒരുമിച്ച് നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ആ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അങ്ങയുടെ വചനം ശുശ്രൂഷിപ്പാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുവാൻ സ്വർഗം ഒരു പ്രാവശ്യം കൂടെ അവസരം നൽകി. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകലിൽ ഞാൻ എൻ്റെ
അങ്ങയുടെ ഇഷ്ടപ്രകാരം അങ്ങ് പറഞ്ഞതുപോലെ അങ്ങയുടെ ഹിതപ്രകാരവുമായി ഒരുമിച്ച് ആമേൻ ദൈവത്തിന്റെ വചനം ചിന്തിക്കുവാനിടയായി, അതിനേക്കാൾ അപ്പുറമായി പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇതിനകത്ത് വ്യക്തമായും ലൈവിലൂടെയും വ്യക്തമായി സംസാരിക്കുവാനിടയായി, ദൈവത്തിന്റെ ഹിതമനുസരിച്ച് പ്രാർത്ഥനയോടെ ആമേൻ മറുപടി അല്പം താമസിച്ചാലും അതിനുവേണ്ടി കാത്തിരുന്ന വിടുതലുകളെ പ്രാപിച്ചെടുക്കുക. ആമേൻ പ്രാർത്ഥിക്കുന്നവൻ തകർന്നു പോകത്തില്ലെന്നുള്ള ആമേൻ വിശ്വാസത്തോടും ഉറപ്പും പ്രത്യാശയോടും കൂടെ മുൻപോട്ട് പോകുവാൻ ഈ ജനത്തെ അങ്ങ് സഹായിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.